Hi, May 24 RTP ഒരു question ആണ്. Question number 18. Mention some examples of circumstances where the auditor may consider it necessary to include an emphasis of matter paragraph. Emphasis of matter paragraph യൂസ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസറിൽ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ടു ഇൻക്ലൂഡ് emphasis of matter paragraph. As per SA 706 revised on emphasis of matter paragraphs and other matter paragraphs in the independent auditor's report, the examples of circumstances where the auditor may consider it necessary to include an emphasis of matter paragraph are: A. An uncertainty relating to the future outcome of an exceptional litigation or regulatory action. എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ടിന് പറ്റി എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സെപ്ഷണലായിട്ടുള്ള എന്തെങ്കിലും കേസോ അല്ലെങ്കിൽ റെഗുലേറ്ററി ആക്ഷനോ ലീഗൽ ആക്ഷനോ. A significant subsequent event that occurs between the date of financial statement and the date of auditor's report. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെയും ഡേറ്റിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സബ്സിക്വൻറ്റ് ഇവൻറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യും. ഏർലി ആപ്ലിക്കേഷൻ വെയർ പെർമിറ്റഡ് ഓഫ് എ ന്യൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഹാസ് മെറ്റീരിയൽ എഫക്റ്റ് ഓൺ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്തെങ്കിലും പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ യൂസ്, അതിൻ്റെ കുറച്ച് ഏർലി ആപ്ലിക്കേഷൻ, നേരത്തെ യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തെങ്കിലും പെർമിറ്റഡ് ആയിട്ടുള്ള കേസിൽ അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അതിന് മെറ്റീരിയൽ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. 4. A major catastrophe that has had or continues to have a significant effect on entity's financial position. എന്തെങ്കിലും മേജറായിട്ടുള്ള ഡിസാസ്റ്റർ അതിന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യാം.